ഡെഡ്പൂൾ ആൻഡ് വോൾവറിന്റെ സക്സസിന് ശേഷം DC പുതിയൊരു സൂപ്പർ ഹീറോസ് അല്ല സൂപ്പർ വില്ലൻസിന്റെ ഫിലിമുമായിട്ടാണ് ഇനി കടന്നു വരാൻ പോകുന്നത്. ബെയിൻ ആൻഡ് ഡെത്ത് സ്ട്രോക്ക് ഇവരാണ് ഈ സൂപ്പർ വില്ലൻസ്. ഇവര് ആരാണ് എന്ന് അറിയാത്തവർക്കായി, ബെയിൻ ബാറ്റ്മാനിലെ സൂപ്പർ ഹീറോയാണ്. ബെയിൻ നമ്മുടെ ബാറ്റ്മാനിലെ സൂപ്പർ വില്ലനാണ്. അതുപോലെ തന്നെ ഇയാളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രീൻ ജ്യൂസ് പോലത്തെ ഒരു ലിക്വിഡ് കുടിച്ചിട്ടാണ് ബെയിന് ഇൻസൈൻ ആയിട്ടുള്ള സ്ട്രെങ്ത് ലഭിക്കുന്നത്. അതുപോലെ ഡെത്ത് സ്ട്രോക്ക് ആരാണെന്ന് ചോദിച്ചാൽ ഒരു ബാഡാസ് അസാസിനാണ്. മാത്രവുമല്ല ഇങ്ങേര് വൺ മാൻ ആർമിയുമാണ്. ഇങ്ങേർക്ക് ഒരു കണ്ണു മാത്രമാണ് ഉള്ളത്. ഈ മൂവിയുടെ റൈറ്റർ എന്ന് പറയുന്നത് ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡിന്റെ റൈറ്ററായ മാത്യു ഓട്ടനാണ്. പക്ഷെ ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്തിനാണ് ഈ സൂപ്പർ വില്ലൻസ്? ഇനിയും സൂപ്പർ ഹീറോസ് ആയ ഒരു പക്ഷേ ഫ്ലാഷ്, വണ്ടർ വുമണൊക്കെ ഉണ്ട്. അവരുടെ മിക്സപ്പ് ചെയ്തിട്ടുള്ള ഒരു മൂവി ആയിരിക്കില്ലേ സൂപ്പർ വില്ലൻസിന്റെ മൂവിനേക്കാളും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് DC ഏത് കാറ്റഗറിയിലാണ് ഈ മൂവിയെ ഉൾപ്പെടുത്താൻ പോകുന്നത്? DCU എന്തായാലും പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ തന്നെ DC എൽസ് യൂണിവേഴ്സിലാണോ ഇനി ഇവരെ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് എന്ന ചോദ്യവും ബാക്കിയാണ്. മാത്രവുമല്ല ഇപ്പോൾ ലേറ്റസ്റ്റായി വന്നിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് ക്രീഡ് എന്ന മൂവിയിലെ ഫ്ലോറിയൻ മാൻഡന്യൂ ആണ് ബെയിൻ എന്ന കഥാപാത്രം അവതരിപ്പിക്കാൻ പോകുന്നത്. ഡെത്ത് സ്ട്രോക്ക് എന്ന കഥാപാത്രം ജോ മാങ്കാനിയല്ലോ എന്ന ആളാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. പക്ഷേ ഈ മൂവി 3 വർഷത്തിന് ശേഷമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക എന്താണ് മറ്റൊരു കാര്യം. നിങ്ങൾക്ക് എന്താണ് ഈ സൂപ്പർ വില്ലൻസ് മൂവിയെ പറ്റിയുള്ള അഭിപ്രായം?